ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സബ് റൂട്ടീൻസ് ഇൻ 8085 മൈക്രോ പ്രൊസസ്സറാണ്. എന്താണ് സബ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സി ലാംഗ്വേജിൽ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഫങ്ഷൻസ്? ഒന്നിലധികം പ്രാവശ്യം നമുക്ക് ഒരേ കോഡ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷനാക്കി മാറ്റാറുണ്ട് അല്ലേ? ഒരേ കോഡ് കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാച്ചെങ്കിൽ നമ്മൾ പ്രിൻ്റ് എഫ് എന്നുള്ള ഫങ്ഷൻ, അതിൻ്റെ ഉള്ളിൽ ഒരു കോഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എഫ് എന്നുള്ള ഫങ്ഷൻ അതെവിടെ stdio.h എന്നുള്ള ഹെഡർ ഫയലിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റാൻസറിന് എപ്പോൾ ആണെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിൻ്റ് എഫ് എന്നുള്ള ഫങ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ് എന്നുള്ള ഫങ്ഷൻ ഇല്ല എന്ന് വിചാരിച്ചോ, അതിനൊരു കോഡ് എഴുതുകയാണെങ്കിൽ ആ കോഡ് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എഴുതേണ്ടി വരും. ഇപ്പോൾ മുകളിൽ രണ്ട് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എഫ് എൻ്റർ എ നമ്പർ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിന് എന്ത് ചെയ്യണം അല്ലേ, ആ പ്രിൻ്റ് എഫിൻ്റെ ആ കോഡ് നമ്മൾ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളിത് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി താഴെ ഡിസ്പ്ലേ ചെയ്യാണ്, അപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫിൻ്റെ കോഡ് അവിടെ എഴുതിണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടാവുമായിരിക്കും, ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ ആ ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഇതിൽ കൺസെപ്റ്റിൽ. അപ്പോൾ ഈ ഫംഗ്ഷനാണ് നമ്മളെ അസംബ്ലി ലാംഗ്വേജിൽ സബ് റൂട്ടീൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിൽ ഈ ഫങ്ഷൻസിന് എന്ത് ചെയ്യുന്നത്, സബ് റൂട്ടീൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം വന്നത് ഫംഗ്ഷൻ അല്ല, ആദ്യം വന്നത് സബ് റൂട്ടീനാണ്, പിന്നെയാണ് ഫംഗ്ഷനക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങോട്ട് തിരിച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ സെയിം കോഡ് സെവറൽ ടൈം നമുക്ക് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സംഭവത്തിന് നമ്മൾ സബ് റൂട്ടീൻസ് എന്ന് പറഞ്ഞ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. നമ്മൾ ഫംഗ്ഷൻ തന്നെ സംഭവം. ഓക്കെ, അത് തമ്മിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സബ് റൂട്ടീനും ഫങ്ഷൻസും നമ്മളൊക്കെ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് നോക്കി വെച്ചുകൊണ്ട് എല്ലാം കൂടി നമുക്കിവിടെ കഴിയില്ല, പറഞ്ഞ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് അപ്പോൾ ഈ സബ് റൂട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പ്രോഗ്രാമിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ്. എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന സമയത്തുണ്ട് 200 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ്. 2090 എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സബ് റൂട്ടീൻ കോൾ ചെയ്യാണ്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അപ്പോൾ ഈ മെമ്മറി അഡ്രസ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മളെ പ്രോഗ്രാം കൗണ്ടറിൽ ഈ ഒരു അഡ്രസ്സൊക്കെ എന്ത് ചെയ്യും, സ്റ്റാക്കിൽ എന്ത് ചെയ്യും, കീപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ അവിടുന്ന് കോൾ ചെയ്യുമ്പോൾ അൺകണ്ടീഷണലായിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, ജമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സബ് റൂട്ടീന് തുടങ്ങുന്ന 2130 എന്നുള്ള മെമ്മറി ആ ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ജമ്പ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ, ആ ഒരു പ്രോഗ്രാമിൻ്റെ എൻഡിലെത്തിയിട്ട് ആ സബ് റൂട്ടീൻ്റെ എൻഡിൽ നിന്ന് എന്ത് ചെയ്യും, തിരിച്ചവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് തിരിച്ചു വരും. ഓക്കെ, എന്നിട്ട് ബാക്കി നമ്മളെ പ്രോഗ്രാം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 2090 അവിടുന്ന് എന്ത് ചെയ്യും, കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അൺകണ്ടീഷണലായിട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടല്ലോ, ഈ സംഭവം എന്ത് ചെയ്യും, നമ്മളെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്ത് ചെയ്യും, ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ അവിടുന്ന് കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് സബ് റൂട്ടീനിലോട്ട് പോയതിന് ശേഷം സബ് റൂട്ടീൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് 1 by 1 ആയിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ എൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യും, റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ എന്നുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാക്കിൻ്റെ മുകളിൽ ഏതാണോ അഡ്രസ്സ് സ്റ്റോർ ചെയ്തത് അങ്ങോട്ടായിരിക്കും എന്ത് ചെയ്ത് റിട്ടേൺ ചെയ്യാം. അങ്ങോട്ട് റിട്ടേൺ ചെയ്ത് നമ്മൾ നേരെ പ്രോഗ്രാമിൻ്റെ അങ്ങോട്ട് വരും. എന്നിട്ട് പ്രോഗ്രാം എന്ത് ചെയ്യും, ബാക്കി ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സബ് റൂട്ടീൻസ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഫങ്ഷനെ പോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനും RET അതായത് റിട്ടേൺ എന്നില്ല രണ്ട് ഇൻസ്ട്രക്ഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു റീഡയറക്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടു എ സബ് റൂട്ടീനിലോട്ട് നമ്മൾ പ്രോഗ്രാമിനെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ജമ്പിങ് ആയിരിക്കും വരിക. ജംപ്സ് അൺകണ്ടീഷണൽ ടു ദ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ്, നമ്മൾ പറയുന്ന പ്രത്യേക മെമ്മറി ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ഓക്കെ,
RET, return. Okay, instruction is used to return the execution of the calling routines. അപ്പോൾ നമ്മൾ എവിടുന്നാണോ അത് കോൾ ചെയ്തത് അങ്ങോട്ട് എന്തുണ്ടാവും, തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോൾ എന്നുള്ളത് 16 ബിറ്റ് അഡ്രസ്സാണ്, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. റിട്ടേൺ എന്ന് പറഞ്ഞ സാധനം 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. അൺകണ്ടീഷണൽ റിട്ടേൺ ഫ്രം ദി സബ്റൂട്ടീൻ എന്ത് ചെയ്യും, അൺകണ്ടീഷണൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടീഷനോ കാര്യങ്ങളോ ചെക്ക് ചെയ്യില്ല. എവിടുന്നാണോ അത് പോയത് എന്ത് ചെയ്യും, അങ്ങോട്ട് റിട്ടേൺ ചെയ്യും. എവിടുന്നാണ് പോയത് എന്നുള്ളത് എടുക്കൽ എവിടുന്നാണ്, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്നായിരിക്കും എടുക്കുക. ആ ടോപ്പിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് വന്നിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതാണ് സബ് റൂട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ.